ഉത്തരാഖണ്ഡിൽ എയർ ആംബുലൻസ് തകർന്നു വീണു. റാഞ്ചിയിൽ നിന്നും ഡൽഹിയിലേക്ക് 7 പേരുമായി പോയ എയർ ആംബുലൻസ് ജാർഖണ്ഡിലെ ഛത്ര ജില്ലയിലെ സിമാരിക്ക് സമീപം തകർന്നു വീഴുകയായിരുന്നു. രാത്രി 7:10 റാഞ്ചി വിമാനത്താവളത്തിൽ നിന്നും എയർ ആംബുലൻസ് പറന്നുയർന്നതായിരുന്നു. വിവരങ്ങളുമായി ജിഷ്ണു ചേരുകയാണ്. ജിഷ്ണു, എയർ ആംബുലൻസ് തകർന്നു വീണിരിക്കുകയാണ്. മറ്റ് വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? സുരക്ഷ ജാർഖണ്ഡിലെ റാഞ്ചി വിമാനത്താവളത്തിൽ നിന്ന് പറന്നുയർന്ന ചാർട്ടേഡ് വിമാനമാണ് ആദ്യം കാണാതായതായി റിപ്പോർട്ട് വന്നത്. നിലവിൽ അധികൃതർ വ്യക്തമാക്കുന്നത് ജാർഖണ്ഡിലെ തന്നെ ഛത്ര ജില്ലയിൽ ഈ വിമാനം തകർന്നു വീണു എന്നുള്ളതാണ്. രാത്രി 7:10 കൂടിയാണ് റാഞ്ചിയിൽ നിന്ന് 2 ക്രൂ മെമ്പേഴ്സും 5 പേരുമായുള്ള വിമാനം ഡൽഹിയിലേക്ക് പുറപ്പെട്ടത്. റാഞ്ചി വിമാനത്താവളത്തിൽ നിന്ന് കൺട്രോള് കൊൽക്കത്ത ATCക്ക് കൈമാറി. പിന്നീട് കൊൽക്കത്ത ATCയുമായി വിമാനത്തിലുള്ള ആശയവിനിമയം നിലയ്ക്കുകയും വിമാനം കാണാതാവുകയുമാണ് ഉണ്ടായത്. ഇപ്പോൾ ഏറ്റവും പുതുതായി പുറത്തുവരുന്ന റിപ്പോർട്ട് ജാർഖണ്ഡിലെ ഛത്ര ജില്ലയിൽ വിമാനം തകർന്നു വീണു എന്നുള്ളതാണ്. 2 ക്രൂ മെമ്പേഴ്സും കൂടാതെ രോഗി, ഡോക്ടർ, പാരാമെഡിക്കൽ അറ്റൻഡർമാരുൾപ്പെടെ 7 പേരാണ് ഈ വിമാനത്തിൽ ഉണ്ടായിരുന്നത്. അതിന്റെ കൂടുതൽ വിശദാംശങ്ങൾ ഇപ്പോൾ ഒന്നുകിൽ എയർപോർട്ട് അതോറിറ്റിയോ അല്ലെങ്കിൽ വ്യോമയാന മന്ത്രാലയമോ നൽകും എന്ന് മനസ്സിലാക്കുന്നു. റാഞ്ചി ഡൽഹി സെക്ടറിൽ മെഡിക്കൽ ഇവാക്യുവേഷൻ സർവീസ് നടത്തുന്ന റെഡ് ബേർഡ് എയർവേസ് പ്രൈവറ്റ് ലിമിറ്റഡിന്റെ ബ്രിഡ്ജ് ക്രാഫ്റ്റ് C-90 വിമാനമാണ് തകർന്നു വീണിട്ടുള്ളത്. 2 ക്രൂ അംഗങ്ങൾ ഉൾപ്പെടെ 7 പേർ വിമാനത്തിലുണ്ടായിരുന്നു. ഇന്ന് രാത്രി 7:10 കൂടിയാണ് റാഞ്ചിയിൽ നിന്ന് വിമാനം പറന്നുയർന്നത്. പിന്നീട് കൊൽക്കത്ത ATCയിലേക്ക് വിമാനത്തിന്റെ ആശയവിനിമയം ലഭിച്ചു. പക്ഷേ വളരെ പെട്ടെന്ന് തന്നെ ആ ആശയവിനിമയം നഷ്ടപ്പെടുകയും വിമാനം കാണാതാവുകയുമായിരുന്നു. റഡാർ ബന്ധം നഷ്ടപ്പെട്ട വിമാനത്തിന് വേണ്ടി തിരച്ചിൽ നടത്തി. ഏറ്റവും ഒടുവിൽ റാഞ്ചി വിമാനത്താവള ഡയറക്ടർ അറിയിച്ചിട്ടുള്ളത് എയർ ആംബുലൻസ് ജാർഖണ്ഡിലെ ഛത്ര ജില്ലയിലെ സിമാരിയയ്ക്ക് സമീപം തകർന്നു വീണു എന്നുള്ളതാണ്. 7 പേരാണ് വിമാനത്തിലുണ്ടായിരുന്നത്. സുരേഷ്. ശരി, ജിഷ്ണു കൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത്.